നമ്മളിന്ന് കോട്ടയം ലുലു മാൾ വരെ ഒന്ന് പോവുകയാണ്. ഞാനും അളിയനും വൈഫുണ്ട്, കുഞ്ഞുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളെ കൂടെ പോയിക്കൊണ്ടുണ്ട്. ഇപ്പം ചങ്ങനാശ്ശേരി ഏകദേശം ചങ്ങനാശ്ശേരി കുരിശുമൂട് എന്ന് പറയുന്ന സ്ഥലം. അതെ, ഞാൻ കോട്ടയം. ഇപ്പോൾ നമ്മൾ ഏകദേശം കുരിശുമൂട് കഴിഞ്ഞ് നമ്മൾ ചങ്ങനാശ്ശേരി ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ പാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ അടുത്തുള്ളൊരു റിലയൻസ് പമ്പ് ഉണ്ട്, അതിനകത്ത് കയറി അടിച്ചിട്ട് വേണം പോകാൻ. ഇപ്പം നമ്മളുടെ പാറപ്പള്ളി എന്ന സ്ഥലത്താണ്. ഇതിപ്പം പാറപ്പള്ളിയുടെ ഇതാണ്, പഴയ പാറപ്പള്ളി എന്ന പുതിയ പള്ളിയാണിത്. പാറപ്പള്ളി ഏകദേശം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ പമ്പ്, നമ്മൾ പമ്പിൽ കയറുന്നത് ലൈൻസിൻ്റെ ഒരു പമ്പുണ്ട്. അവിടെ കയറി നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് പോകാം. ഏകദേശം നമ്മൾ കുറിച്ചി കഴിയാറായി. കുറിച്ച് കഴിഞ്ഞ് കോട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സായാഹ്ന സന്ധ്യയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തിരക്കുകളൊന്നുമില്ല. എന്നാലും തിരക്കില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കാലാവസ്ഥയാണ്, കുഴപ്പമില്ലാത്ത കാലാവസ്ഥ. ഇതിപ്പോൾ മണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മണിപ്പുഴ ഏകദേശം മണിപ്പുഴയുടെ ഇതാണ് ലുലു മാൾ. ഇതാണ് ലുലു മാൾ. ലുലു മാളിലേക്ക് കയറുകയാണ്. ലുലു മാളിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഓക്കെ, ഇതാണ് ലുലു മാൾ, കോട്ടയം ലുലു മാൾ. ലുലു മാളിൻ്റെ ഫ്രണ്ട് സൈഡാണ്. പാർക്കിംഗ് ഏരിയ ഇവിടെയെല്ലാം ഉണ്ട്. ഇപ്പോൾ മണിപ്പുഴ കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് മണിപ്പുഴയാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതുണ്ട്. അതാണ് ലുലു മാൾ. ലുലുമാളി വന്നത് നമ്മൾ ഏകദേശം ലുലുമാളി വന്നിട്ടുണ്ട്. ഞാനുണ്ട്, അളിയനുണ്ട്, അമ്മയുണ്ട്, ആദംകുട്ടനുണ്ട്. ആദംകുട്ടപ്പാ ഇങ്ങോട്ട് നോക്കി. ഹായ്, ടാറ്റ ടാറ്റാ. ഓക്കെ, ഇപ്പം ആദംകുട്ടൻ ലുലുമാളി വന്നതാണ്. അപ്പം നമ്മൾ പാർക്കിംഗ് കിട്ടി. പാർക്കിങ്ങിനകത്ത് കയറി നമ്മൾ. ഓക്കെ, ഏകദേശം നമ്മൾ ലുലുമാളിൽ എത്തിയിരിക്കുകയാണ്. ആദംകുട്ടപ്പൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കി ടാറ്റ കൊണ്ട്. ഹലോ ഗൈസ്, ഇതാണ് ലുലു മാള്. ലുലു മാളിലേക്ക് നമ്മൾ കയറുകയാണ്. മാളിൽ പോവാം. ഓക്കെ, വാ. അതിലേക്ക് ഇതാണ് ലുലു മാള്. ഞാൻ പിന്നെ ആദംകുട്ടപ്പാ, ആദമ്മോനെ ഡാ. അവള് വേണ്ട പോകുന്നു, ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഏകദേശം നമ്മൾ ലുലുമാളിനകത്ത് വന്നിരിക്കുകയാണ്. കയറിയിരിക്കുകയാണ്. ഇതാണ് ലുലുമാളിൻ്റെ ഇതിലേക്ക് കയറുകയാണ്. ഇതുണ്ട്, നിരവധി നല്ല സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് മൈലാഞ്ചി, അതുപോലെ തന്നെ കോൾഗേറ്റുകൾ, പല പല സെക്ഷനാണ്. അല്ലടാ, അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി നടന്നു വരുന്ന എടുക്കാൻ പോവാണ്. അച്ഛനൊരു വീഡിയോ എടുത്തു കൊടുക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ് വരാം സുഹൃത്ത്.
അത് വേണം, നമുക്ക് വേറെ നോക്കാം. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. 149 രൂപ. ഇതെടുത്ത് നമ്മളിങ്ങനെ തല വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. പല കളറ് വെറൈറ്റി കളറാണുള്ളത്. ബ്ലൂ ഉണ്ട്, യെല്ലോ, ബ്ലാക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, 195 രൂപ, 149 രൂപ. നല്ല സുഖമുണ്ട്. ഒരെണ്ണം എടുത്താൽ എടുക്കാം. ഇത് നല്ലതാണോ? അങ്ങനെ ഉണ്ട്, നല്ലതാണോ? കണ്ട അവൻ കരയുകയാണ് സുഹൃത്തുക്കളെ. അവൻ കരയുകയാണ്. അമേരിക്കാത്തോട് കരയുകയാണ്. എടാ വേണോ? വേണ്ട, മേടിക്കണ്ട. പിണങ്ങി അവൻ, പിണങ്ങി അത് പിണങ്ങി. എങ്ങനെ പിണങ്ങുന്നേ ഇറക്കി വിട്ടാലോ ചേവന്? എന്നെ എവിടെ പോവാ? ഇവിടെ തലേ വീഴും. വണ്ടിയുടെ അടുത്ത് പോകും. അതിന് പോയി. അവനെ എടുത്തു വച്ചാ. എടുത്തു. നല്ല ആപ്പിൾ എടുക്കും. ഇത് മറ്റേ അവക്കാഡോ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, നമ്മുടെ പ്ലം ഉണ്ട്, ഇതുണ്ട്. പക്ഷെ ആപ്പിളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്. ഏത്? അത് പച്ചയുണ്ട്, ഇതുണ്ട്, മാങ്ങ, ഇതെല്ലാം ഉണ്ട്. എല്ലാം നല്ല സ്പെയിൻ്റെ ഒക്കെ കേട്ടോ. റേറ്റുകളിങ്ങനെ കുഴപ്പമില്ല. ഇപ്പം ഇത് ബക്ലാവയാണ്. ഇതാണ് ബക്ലാവ എന്ന് പറഞ്ഞ കേക്കാണ്. പല ഐറ്റംസ് സാധനങ്ങളുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഞാൻ പിന്നെ അതും കൂട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇനി ഞങ്ങൾക്ക് ഗെയിമിംഗ് സെക്ഷനിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. മോളിൽ വെച്ച് കാണാം. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. എന്നാ ഇതാരാ? സ്ട്രോബെറി കഴിക്കുന്ന തിരക്കിലാണ് സുഹൃത്തുക്കളെ. അത് നമ്മളെ കഴിക്കുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. അവയ്ക്ക് പേടിയാണ് സുഹൃത്തുക്കളെ. ഞാൻ വരുമോ?
ഞാൻ പോസ്റ്റായി. ഇവൻ വരുന്നില്ല. കേറാം, ബൈക്കിൽ പോണം. കേട്ടോ പിള്ളേര് കുഞ്ഞാപ്പനെ ബൈക്കിലാണ് കയറിയിരിക്കുന്നത്. ബൈക്കില് കാർ ഓടിക്കുന്ന മറ്റേ സാധനം അതുകൊണ്ട് കരുതിയോ? തന്നെ ഇത് ബോട്ടിൽ കൂടെ പോന്നു. ആരാ ഓട്ടോ അടിക്കുന്നത്? അടുത്ത ആൾ വന്നിട്ടുണ്ട്. കയറിയിരിക്കേ. അതിന് പുതിയ കൂട്ട് കെട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേട്ടാന്നൊക്കെ വിളിക്കും. ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വരുന്നില്ലേ? സുഹൃത്തുക്കളെ അവൻ മേളിലായി കയറി. അവൻ സൈഡിൽ കയറി. അവനെടുത്തു. വാ പോയേക്കാം. ഓക്കെ. ഓടറാ. റേസിംഗ് ആണ്. ഞങ്ങളുടെ ഭാവിയിലെ റേസറാണ് അവൻ. റേസറാണ്. ഹലോ ഗൈസ്, റേസിംഗിലാണ്. രക്ഷയില്ല, ഇത് മൊത്തം പൊളിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. കഞ്ചാറ് ഇതിൻ്റെ പൈസ കൊടുത്തിട്ട് ഇവർ ഇറക്കി വിടത്തോളം തോന്നുന്നു. അത് ബസ്സല്ലടാ, ടൂറിസ്റ്റ് ബസ്സുണ്ട്. ബസ്സിനകത്ത് കയറിയിരിക്കുകയാണ്. ബസ് ഓടിക്കുകയാണ് സുഹൃത്തുക്കളെ, ബസ് ഓടിക്കുകയാണ് അവൻ. ബസ്സാണ് ആദ്യക്കൂട്ടൻ്റെ ബസ് കാണുക. ഇതാണ് അവൻ്റെ ബസ് ഓടിക്കുകയാണ്. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ എടുക്കും. അവിടെ ഹലോ വീഡിയോ കാണാം. സ്വന്തമായിട്ടൊരു ബസ് വാങ്ങിയിരിക്കുകയാണ്.
ഭയങ്കര ഇതുണ്ട്. ഇവിടുത്തെ ഗെയിം ഐറ്റംസ് ഒക്കെ അടിപൊളിയാണ്. ആൾക്കാർ ഇരിക്കുന്നു അവിടെ കളിക്കുന്നു. ഞാൻ ആദ്യക്കൂട്ടൻ്റെ ബസ് കണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. അതുകൊണ്ടാണ് ബസ് ഓടിക്കുന്നത്. അതുകൊണ്ടാ അതുകൊണ്ടാണ് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ ഹായ്. അതുകൊണ്ടപ്പനെ ഇപ്പോൾ ഏകദേശം നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. ഫുഡ് കോർട്ട് വന്ന് ഫുഡ് മൊത്തം കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഗെയിം സെഷനൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ചേച്ചിയും അമ്മയും കഴിച്ചു തുടങ്ങി. ഞങ്ങൾ ഗെയിമിംഗ് സെഷനിൽ തകർക്കുമായിരുന്നു. ഇതുണ്ട്, ഇവർ ഇത്ര ഓർഡർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾ ഇത്ര ഇവർ കഴിച്ചു. അപ്പം ഞാനും എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഫ്രൂട്ട്സിലൊക്കെ ചിക്കനാണോ? എനിക്ക് ഫിഷ് പോലെ അച്ഛൻ അത് വെച്ച് കൊടുക്കുന്നു. കണ്ണി അല്ല അച്ഛൻ കഴിഞ്ഞ ദിവസം ഏതെടുക്കണോ? അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം സുഹൃത്തുക്കളെ. എൻ്റെ ഇവിടെ ഇരിക്കുന്നു. ബർഗർ, ചീസ് ബർഗർ, ചീസ് ബർഗർ. അത് ഫുള്ള് കഴിക്കുന്നു. ടിഷ്യൂ ഇല്ലല്ലോ. ചോദിച്ചാൽ വേറെന്തുവാ ഒരു ചിക്കൻ ബർഗർ ഉണ്ട്. ഞാൻ ഒരു അളിയന് ശാല ചിക്കിങ് മേടിക്കാനായിട്ട് നമുക്ക് പോയിട്ടുള്ളതാണ്.
അളിയൻ ചെക്കിങ്ങായിട്ട് വരുന്നുണ്ട്. ഏകദേശം നമ്മൾ ചെക്കിങ് ചെയ്തു. കുഞ്ഞാപ്പനെ പ്ലേറ്റ് തരും. പ്ലേറ്റ് അവനെ അവിടെ ഇരുത്താൻ പറ്റുമായിരുന്നു. അതെല്ലോ കസേര ഇട്ടാ അല്ലേ? കസേര ഇട്ടാ അല്ലേ? നടുക്ക് വേണമെങ്കിൽ നേരെ നടുക്കില്ല. കസേര അതൊരു മയം കൊടുക്കണ്ട കേട്ടോ. കുഞ്ഞാപ്പനെ അതും കൂട്ടാ കേട്ടാ. അവൻ ആ വണ്ടിയിലൊക്കെയാ ഭയങ്കര നോട്ടം. എടുത്തോ കഴിച്ചിട്ട് നമ്മൾ വ്ളോഗ് എടുക്കാം. വ്ളോഗ് ചാവച്ചേ അപ്പോൾ ഗൈസ് ഞങ്ങൾ മാളിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ കയറിയ സമയം പോകുന്ന അറിയത്തില്ല. അപ്പം ലുലു മാള് കണ്ടല്ലോ, എല്ലാവരും കണ്ടു കാണും. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ വീട്ടിൽ അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ കയറി കഴിഞ്ഞ് പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റാണ്. എന്താണ് നമ്മളെ കോട്ടയം ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു മാൾ. ഓക്കെ, ലുലു മാൾ. ഓക്കെ, അപ്പോൾ തിരിഞ്ഞ് വന്ന് നമ്മൾ അപ്പം മറ്റേ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. 11 മണി കഴിഞ്ഞു. അതുകൂട്ടുണ്ട് ഇവിടെ. അതുകൂട്ടപ്പം ഓക്കെ. താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.